Hi friends, welcome to Pratap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ റിയൽമിയുടെ ഏറ്റവും പുതിയ സീരീസ് ഫോണുകളായ നാർസോ സീരീസ് ഫോണുകളെ കുറിച്ചാണ്. ഈ ഒരു ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒരുപാട് തവണ അവർ ലോഞ്ച് ഇവന്റുകൾ വെച്ചതാണ്. പക്ഷേ അതൊക്കെ ലോക്ക്ഡൗണിനെ തുടർന്ന് മാറ്റിവെച്ച് ഫൈനലി ഇന്ന് അവർ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. നാർസോ സീരീസ്. ഈ ഒരു സീരീസ് എന്തുകൊണ്ട്, എങ്ങനെയുണ്ട് ഈ സീരീസ്, ഈ പ്രൈസിൽ കൊള്ളാമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. രണ്ട് ഫോണുകളാണ്, റിയൽമി നാർസോ 10ഉം റിയൽമി നാർസോ 10Aയും. രണ്ട് ഫോണുകളാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണുകളുടെ പ്രൈസ് റേഞ്ച്, അതിന് മുമ്പ് ഞാൻ ഈ ഫോണുകളുടെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഒന്ന് ചുരുക്കി പറയാം. റിയൽമി നാർസോ 10A അത് അണ്ടർ 10,000, 10,000 താഴെ വരുന്ന ഫോണാണ്. ആ ഫോണിനകത്ത് 6.5 ഇഞ്ച് വരുന്ന HD ഡിസ്പ്ലേ ആണ്, HD പ്ലസ് ഡിസ്പ്ലേ ആണ്, 20:9 ആസ്പെക്ട് റേഷ്യോ, 89.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും കാണാം. ട്രിപ്പിൾ ക്യാമറയുണ്ട്. ഫ്രണ്ടിൽ നോച്ചിനകത്ത് ഒരു 5 മെഗാപിക്സൽ സെൽഫി ക്യാമറ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഈ ഒരു ഡിസൈനിൽ മൈക്രോ USB പോർട്ടൊക്കെയാണ്, ടൈപ്പ് C ഒന്നുമില്ല. ഒരു മൈക്രോ USB പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫോൺ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം. ഡിസൈനൊന്നും കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന റിയൽമി എന്ന് പറയുന്ന അത്രയും വലുതാക്കി എഴുതിയിരിക്കുന്ന ഒരു ബ്രാൻഡിങ്, ആ ഒരൊറ്റ കാര്യം ഒഴിച്ച് ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. അതെനിക്ക് അത്ര വലിയ താല്പര്യമായില്ല. പേഴ്സണലാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ എനിക്കത്ര വലിയ താല്പര്യം തോന്നിയില്ല. എങ്കിലും ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പെർഫോമൻസിലേക്ക് വരുമ്പോൾ MediaTekന്റെ G70 എന്ന പ്രോസറാണ്. അത്യാവശ്യം PUBG കളിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോസർ തന്നെയാണ്. വലിയ ലാഗും കാര്യങ്ങളൊന്നും വരില്ല. അത്യാവശ്യം ലാഗൊക്കെ ഉണ്ടായിരിക്കും, എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യമൊക്കെ PUBG കളിക്കാനോ അല്ലെങ്കിൽ നോർമലി ഗെയിമുകൾ കളിക്കാൻ പറ്റിയ പെർഫോമൻസ് ഉള്ള പ്രോസർ തന്നെയാണ്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ 3GB റാമും 32GB സ്റ്റോറേജുമാണ് വരുന്നത്. റിയൽമി UI Android 10 ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. പെർഫോമൻസ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൈസിന് ഓക്കെയാണ്, നല്ല പെർഫോമൻസാണ്. ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണെന്ന് പറഞ്ഞു. മെയിൻ ക്യാമറ 12 മെഗാപിക്സലാണ്. ബാക്കി ഒരു ഡെപ്ത് സെൻസറും മൈക്രോ സെൻസറും അടക്കുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. ഫ്രണ്ടിൽ നമുക്ക് 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിന് വരുന്നത്. ടൈപ്പ് C പോർട്ടോ ഫാസ്റ്റ് ചാർജിങ്ങും ഒന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. ഇതിൻ്റെ പ്രൈസിങ് 3GB റാം 32GB സ്റ്റോറേജിന് 8500 രൂപയാണ്. ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 22 മെയ് ആണ്. മെയ് 22 12 മണിക്കാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. realme.com-ലും ഫ്ലിപ്കാർട്ടിലും ഇതിൻ്റെ സെയിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഹാൻഡ്സ് ഓൺ റിവ്യൂസും അതിൻ്റെ റിസൾട്ടും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, നല്ലതാണെന്ന് തോന്നിയാൽ ആ ഒരു ടൈമും ഡേറ്റും നോട്ട് ചെയ്ത് വെച്ച് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ നാർസോ 10, നമ്മൾ ഈ പറഞ്ഞത് 10A ആണ്, 10,000 താഴെയുള്ള ഫോൺ. ഇത് 10,000 മുകളിലാണ് നാർസോ 10 എന്ന ഫോൺ. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ 6.5 ഇഞ്ച് HD പ്ലസ് ഡിസ്പ്ലേയും കാര്യങ്ങളും, നോച്ച് ഡിസൈൻ. റിയർ സൈഡിലാണെങ്കിൽ ക്വാഡ് ക്യാമറയാണ് ഇത്തവണ, ട്രിപ്പിൾ ക്യാമറയല്ല. ട്രിപ്പിൾ ക്യാമറ നാർസോ 10Aയിലാണ്. ഇതിലേക്ക് വരുമ്പോൾ ക്വാഡ് ക്യാമറ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. ബാക്കിയെല്ലാം ഏറെക്കുറെ കാണാനൊക്കെ ഒരുപോലെ തന്നെ. പക്ഷേ ക്യാമറ സെറ്റപ്പിനകത്ത് 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിളും, അതേപോലെ തന്നെ മൈക്രോ സെൻസർ, ഡെപ്ത് സെൻസർ. നമ്മൾ ഒരുപാട് റിയൽമി ഫോണുകൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞ ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഓവറോൾ നല്ലൊരു സെറ്റപ്പ് തന്നെ. ഡിസൈനും കുഴപ്പമില്ല കാണാൻ. ഇത് മറ്റേ പോലെ ആ റിയൽമി 10A പോലെ തന്നെ ഒരു വലിയ ലോഗോ ഒന്നും കൊടുത്തിട്ടില്ല. ഇത്തിരി അട്രാക്റ്റീവായ നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഡിസൈൻ വൈസ് എനിക്ക് ഈ ഒരു ഫോൺ എന്തായാലും ഇഷ്ടപ്പെട്ടു. ക്യാമറ സെറ്റപ്പും ആ ഒരു പ്രൈസിന് കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ G80 എന്ന പ്രോസസ്സറാണ്. LPDDR4X റാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. 128GB വരെ സ്റ്റോറേജ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. റിയൽമി UI Android 10 ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റായി. ക്യാമറ ഞാൻ പറഞ്ഞു. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് 18 വാട്ട് ക്വിക്ക് ചാർജാണ്. ഇത്തവണ വൂക്ക് ചാർജ് അല്ല, 18 വാട്ട് ക്വിക്ക് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട്. ടൈപ്പ് C പോർട്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിവേഴ്സ് ചാർജിങ് എന്ന് പറഞ്ഞാൽ ഒരു OTG കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഡിവൈസുകൾ, ഇതിൻ്റെ 5000 mAh ബാറ്ററിയിൽ നിന്നും നമുക്ക് മറ്റുള്ള ഫോണുകൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ നാർസോ 10 എന്ന ഫോണിലേക്ക് വരുമ്പോൾ ഒരു അട്രാക്റ്റീവായ ഫോൺ തന്നെയാണ്. പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ 4GB റാം 128GB സ്റ്റോറേജ് ഒരൊറ്റ മോഡലേ ഉള്ളൂ. ഈ രണ്ടിലും ഓരോ മോഡലുകളിലോട്ടോ. നേരത്തെ പറഞ്ഞ 10Aയിലാണെങ്കിൽ നമുക്ക് 3GB റാം 32GB സ്റ്റോറേജ് ആണ്. ഇവിടെ 4GB റാം 128GB സ്റ്റോറേജ് ആണ്. അപ്പോൾ ഒരൊറ്റ വേരിയൻ്റ് ഇവർ ഇറക്കിയിട്ടുള്ളൂ. 2 കളർ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരൊറ്റ വേരിയൻറ്റിൻ്റെ പ്രൈസാണ് 12,000 രൂപ. സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 18 ആണ്. മെയ് 18 12 മണിക്ക് ഫ്ലിപ്കാർട്ടിലും realme.com-ലും അവൈലബിൾ ആണ്. ആ സമയമാകുമ്പോഴേക്കും അതിൻ്റെ റിവ്യൂസും ഹാൻഡ്സ് ഓൺ റിവ്യൂസും റിസൾട്ടും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള തീരുമാനം എടുക്കാം. എന്തായാലും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇന്ത്യയിലേക്ക് വേണ്ടി പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമൊന്നുമല്ല. മുൻപേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് Realme 6i.
ഈ 5i ശേഷം 6i എന്നൊരു ഫോൺ ലോഞ്ച് ചെയ്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു ചില രാജ്യങ്ങളിൽ. അപ്പോൾ ആ ഒരു സംഭവം ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നു. കാരണം റിയൽമി 6ന് ശേഷം 6i വരേണ്ടതാണ്. ആ 6iയുടെ പ്ലേസിലേക്ക് തന്നെയാണ് ഈ ഫോൺ നാർസോ എന്ന പേരിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ജസ്റ്റ് റീബ്രാൻഡഡ് വെർഷൻ മാത്രമാണ്, അല്ലാതെ പുതുമയുള്ള ഒരു ഫോൺ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു സംഭവം അവതരിപ്പിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നാർസോ 10ഉം 10aയും. ഫോണുകൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച്? ഒരു അടിപൊളി ഫോണുകളായിട്ട് തോന്നുന്നു, അത് ജസ്റ്റ് ഓക്കെ ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.